അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല മാതാപിതാക്കളും ഇന്നും മക്കളെ കൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ്. അനുസരണയില്ലായ്മ ഒരു ഭാഗത്ത്, മറ്റൊന്ന് അഗാധമായ പ്രേമത്തിൻ്റെ ഗിറുത്തത്തിൽ പെട്ടുപോയ മക്കൾ, ആൺമക്കളായാലും പെൺമക്കളായാലും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നേർക്കാഴ്ചയായി ഉണ്ട്. ഈ പാവപ്പെട്ട എന്നെ തന്നെ എത്രയോ ആൾക്കാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് പ്രേമം എന്നത്. അവസാനം നിവൃത്തിയില്ലാതെ മാതാപിതാക്കൾ അവരുടെ വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു 1-2 വർഷങ്ങളൊക്കെ ആകുമ്പോൾ കുടുംബ ബന്ധം താറുമാറായി, അടിയിലും പിടിയിലും കലാശിച്ച് അവസാനം ഡിവോഴ്സിലെത്തുന്നു. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ബോധം ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ ഈ ആൺകുട്ടിക്ക് ബോധം ഉണ്ടാകുന്നത്. നമുക്ക് ഇത് കാലേ കൂട്ടി ഈ കുട്ടിക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കാൻ എന്താണ് ഒരു മാർഗം? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉള്ളവർ, അള്ളാഹു അതിലൊന്നും ആരെയും പെടുത്താതിരിക്കട്ടെ, അങ്ങനെ ഉള്ളവർ ഇത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ അതിന് റിസൾട്ട് നമുക്ക് കാണാൻ തുടങ്ങും. ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഞാൻ കാണിക്കും എന്താണ് എഴുതേണ്ടതെന്ന്. എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഒന്ന് അലിഫ് ബാ ഖാഫ് അലിഫ് ലാം ഹാ വാവ് ലാം ദാല് റാ കാഫ് മീം ഹാ. ഇത് എഴുതിയതിന് ശേഷം 3 ആയത്തുകളാണ് എഴുതേണ്ടത്. ഈ 3 ആയത്തുകളും വ്യത്യസ്ത സൂറത്തുകളിലുള്ളതാണ്. ആദ്യം എഴുതേണ്ട ആയത്ത് സൂറത്തുൽ ജാസിയയിലുള്ള ഒരു ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا. ഇത് ഒരു ആയത്താണ്. ഈ ആയത്താണ് ശേഷം എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്, വനസിയ മാ ഖദ്ദമത് യദാഹ്. അതൊരു ആയത്തിൻ്റെ ശകലമാണ്. ആ ആയത്തും രണ്ടാമത് എഴുതണം. പിന്നെ മൂന്നാമത് എഴുതേണ്ടത് സൂറത്തു ത്വാഹയിലെ ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്, വലഖദ് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ഇതാണ് മൂന്നാമത്തെ ആയത്ത്. ഈ ആയത്ത് എഴുതിയതിന് ശേഷം, ഈ 3 ആയത്തും ഞാൻ ആദ്യം പറഞ്ഞ ഹർഫുകളും എഴുതി കഴിഞ്ഞു. എഴുതിയതിന് ശേഷം പിന്നെ എഴുതേണ്ടത് കദാലിക. ഞാനത് സ്ക്രീനിൽ എഴുതി കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. കദാലിക നസിയ ഫുലാനു ബിനു ഫുലാനത്ത് കദാ വകദ. കണ്ട, അവിടെ ഫുലാനു ബിൻ എന്ന് പറയുമ്പോൾ ആർക്കാണോ പ്രേമം ഉള്ളത് ആ വ്യക്തിയുടെ പേരെഴുതണം. ആണാണെങ്കിൽ ആണിൻ്റെ പേര്. ഇപ്പോൾ ഉദാഹരണം സുബൈർ എന്നാണെങ്കിൽ സുബൈർ ബിന് ഫുലാനത്ത്, ആ ഫുലാനത്തിൻ്റെ സ്ഥാനത്ത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ മോളുടെ അല്ലെങ്കിൽ ആ മോൻ്റെ എന്ത് ചെയ്യാണ്, ഉമ്മയുടെ പേരും എഴുതുക. മനസ്സിലായോ? ഇങ്ങനെ എഴുതി ആ പാത്രം, പിഞ്ഞാണം നന്നായി കഴുകി ആ വെള്ളം കുടിപ്പിച്ചാൽ 7 നാൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് സനൂസി ഇമാമിനെ പോലെയുള്ളവർ പരിശോധിച്ച് അറിഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മളെല്ലാം
അവൻ്റെ നല്ല അടിമകളിൽ പെടുത്തട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളും സാലിഹാത്തുകളും പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.